ഇന്ന് രാവിലെ തന്നെ നമ്മൾ ദാഹിച്ചിരിക്കുന്ന ഒരാൾക്ക് ദാഹജലം കൊണ്ടുകൊടുക്കാൻ പോകുന്നത്. അതെ ഗൈസ്, ഈ അമുക്കിന്റെ വണ്ടിയിൽ ഒരു തുള്ളി പെട്രോൾ ഇല്ല. ഇന്നലെ ഉന്തിറ്റാറ്റ രാത്രി വീട്ടിലെത്തിച്ച് അങ്ങനെ വീട്ടിലെത്തി പെട്രോളെല്ലാം വെച്ച് നമ്മളെ സുഖമില്ലാത്ത ഒരു ചങ്ങനെ കാണാൻ വേണ്ടി പോകാം. ചക്കര കുറച്ച് ദിവസമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ഇടക്കാണെങ്കിൽ ഒരു അലാക്കിന്റെ മഴ കാരണം കുറച്ച് സമയം കയറി കണ്ടിരുന്നു. അങ്ങനെ മഴ ചോർന്ന സമയം നോക്കിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ചങ്ങായി. ഇതാണ് ഇവനെ പണിയെടുക്കാൻ കയറ്റിയ ഹോസ്പിറ്റലിൽ. ഇതാണ് ഇവന്റെ ഡോക്ടർ. ഇവന് ഓപ്പറേഷൻ ചെയ്യേണ്ടിട്ട് ഇടക്കൊണ്ട് ഇട്ടിട്ട് 1.5 മാസമായി. സത്യം പറഞ്ഞ ഇവന്റെ കാര്യം നമ്മൾ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അങ്ങനെ നമ്മൾ ചെക്കനെ ഫിറ്റാക്കേണ്ട അവയവങ്ങളെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോൾ ഒരു ശക്തമായ മഴ കാരണം നമ്മൾ ഒരു വീടേ കയറി ലൈസ് വാങ്ങി തന്നു. അങ്ങനെ മഴവെല്ലാം ചോർന്നിട്ട് നമ്മളെ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വിട്ട്. പിന്നെ വൈകുന്നേരം വരെ കിടന്നങ്ങ് ഉറങ്ങി പുറത്ത് പോയി ക്ഷീണം തീർത്തു. ഏച്ചിക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടിട്ട് തിരുവനന്തപുരം വരെ പോകണം. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ട്. ഞാൻ എവിടെ പോയാലും അലാക്കിന്റെ മഴയോ എൻ്റെ പേരുണ്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കാറിലായതുകൊണ്ട് മഴ ചെറുതായിട്ടൊന്നും ചമ്മിപ്പോയി. ഒറ്റ ദിവസത്തേക്ക് തിരുവനന്തപുരം പോയിട്ട് വരേണ്ട ലഗേജ് ഞങ്ങളീ കാണുന്നത്. അതിൻ്റെ അകത്ത് ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. ലിബാം, ലിപ്സ്റ്റിക്, സൺസ്ക്രീൻ, ഫേസ് വാഷ് അങ്ങനെ എന്തെല്ലോ സാധനങ്ങളാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ട്രെയിൻ 3/4 മണിക്കൂർ ലേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. പുറത്തുനിന്ന് നല്ല അടിപൊളി കിണ്ണം കച്ച മഴയാണ്. ആ മഴയത്ത് ലിപ്സ്റ്റിക് വാരി ഇടുന്ന എൻ്റെ പെങ്ങളെ ഞങ്ങൾ കാണും. ഒരു കാപ്പി മേടിച്ചാൽ മട്ട് മേടിച്ചെന്നില്ല നമുക്ക്. അങ്ങനെയുള്ള ട്രെയിനും വന്നോളെ ട്രെയിനും കയറ്റി വിട്ട് നമ്മൾ നേരെ വിട്ടത് 2 കാപ്പി അടിക്കാനാണ്. അവിടെ 2 ചൂട് കാപ്പി അടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.